ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുടുംബശ്രീയിലും അംഗൻവാടിയിലും അസം കേരളയിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. എഴുത്തും വായനയും അറിയുന്നവർക്ക് മുതൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു 3 നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കുടുംബശ്രീയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. തിരുവനന്തപുരം കുടുംബശ്രീ CDSകളിൽ അക്കൗണ്ടന്റ് തസ്തികയിലേക്കാണ് താൽക്കാലിക ഒഴിവ് വന്നിട്ടുള്ളത്. യോഗ്യത: അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ കുടുംബശ്രീ അയൽക്കൂട്ടത്തിലെ അംഗമോ അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം. അഗതിരഹിത കേരളം പദ്ധതി കുടുംബാംഗം അല്ലെങ്കിൽ ഭിന്നശേഷി വിഭാഗക്കാർക്ക് മുൻഗണന നൽകുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള BCom ബിരുദവും ടാലി യോഗ്യതയും ഉണ്ടായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനം, MS ഓഫീസ്, ഇന്റർനെറ്റ് ആപ്ലിക്കേഷൻസും ഉണ്ടായിരിക്കണം. പ്രായപരിധി 20-നും 35-നും മധ്യയാണ്. ദിവസം വേതന അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടത്തുക. ശമ്പളം 12,000 രൂപയാണ് പ്രതിമാസ വേതനം ലഭിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ www.kudumbashree.org എന്ന വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 28/6/2024 വൈകുന്നേരം 5 മണി വരെയാണ്. പരീക്ഷാ ഫീസായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ തിരുവനന്തപുരം ജില്ലയുടെ പേരിൽ മാറാവുന്ന 200 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. പൂരിപ്പിച്ച അപേക്ഷയ്ക്കൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ആശ്രയ കുടുംബാംഗം, ഭിന്നശേഷി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ SC/ST എന്നിവ തെളിയിക്കുന്ന രേഖകൾ, ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഡിമാൻഡ് ഡ്രാഫ്റ്റും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. യാതൊരു കാരണവശാലും അസൽ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതില്ല. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നിർദ്ദിഷ്ട സ്ഥലത്ത് ബന്ധപ്പെട്ട അയൽക്കൂട്ടത്തിന്റെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് സാക്ഷ്യപ്പെടുത്തിയ ശേഷം ADS ചെയർപേഴ്സന്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ സാക്ഷ്യപ്പെടുത്തൽ വാങ്ങി CDS ചെയർപേഴ്സന്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ മേലപ്പോടുകൂടി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർക്ക് നേരിട്ടോ തപാൽ മുഖേനയോ 28/6/2024 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിൽ കുടുംബശ്രീ CDS അക്കൗണ്ടന്റ് ദിവസവേതനം ഒഴിവിലേക്കുള്ള അപേക്ഷ എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. അപേക്ഷ അയക്കേണ്ട വിലാസം: ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ ജില്ലാ മിഷൻ, ജില്ലാ പഞ്ചായത്തിന്റെ 2ാം നില, പട്ടം, പാലസ് PO, തിരുവനന്തപുരം. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിന്റെ ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് കുടുംബശ്രീ മലപ്പുറം ജില്ലാ മിഷന് കീഴിലെ സംരംഭക മേഖലയിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിനായി മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടന്റുമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. തവനൂർ, മാറാക്കര, ആദവനാട്, എടയൂർ, വെട്ടം, തൃപ്പങ്ങോട്, മംഗലം, ചെറിയമുണ്ടം, നിറമരുതൂർ, ഒഴൂർ, പൊന്മുണ്ടം, പെരുമണ്ണക്ലാരി, വളവന്നൂർ, എടരിക്കോട്, തെന്നല, പൊന്മള, ഒതുക്കുങ്ങൽ, തിരൂർ എന്നീ CDSകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപേക്ഷകർ കുടുംബശ്രീ അംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം. ബിരുദധാരികളും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവരുമായിരിക്കണം. പ്രായം 22-നും 40-നും മധ്യയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതമുള്ള അപേക്ഷ പരിധിയിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ അല്ലെങ്കിൽ നഗരസഭയിലെ കുടുംബശ്രീ CDS ഓഫീസിൽ ജൂൺ 29-ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് സമർപ്പിക്കേണ്ടതാണ്. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര ICDS പ്രോജക്റ്റ് പരിധിയിലുള്ള ചെട്ടികുളങ്ങര പഞ്ചായത്തിലെ അങ്കണവാടികളിൽ NC ഒഴിവുകളിൽ നിയമനം നടത്തുന്നുണ്ട്. പഞ്ചായത്തിൽ സ്ഥിര താമസമുള്ള മുസ്ലിം, ധീവര, ലാറ്റിൻ കാത്തലിക്, ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളിലെ ഉദ്യോഗാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപേക്ഷകർ 18-നും 46-നും ഇടയിൽ പ്രായമുള്ളവരും 10ാം ക്ലാസ് പാസ്സാകാത്തവരും എഴുത്തും വായനയും അറിയുന്നവരുമായിരിക്കണം. അപേക്ഷ ജൂൺ 25-ന് വൈകിട്ട് 5 മണിക്കകം മാവേലിക്കര ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന മാവേലിക്കര ICDS ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. മുസ്ലിം, ധീവര, ലാറ്റിൻ കാത്തലിക്, ആംഗ്ലോ ഇന്ത്യൻ സംവരണ വിഭാഗത്തിന് മാത്രം തയ്യാറാക്കുന്ന സെലക്ഷൻ ലിസ്റ്റുകൾ 2024 മാർച്ച് 6-ന് ചെട്ടികുളങ്ങര പഞ്ചായത്തിൽ നിലവിൽ വന്ന ഹെൽപ്പർ സെലക്ഷൻ ലിസ്റ്റിന്റെ കാലയളവിൽ ഈ വിഭാഗക്കാർക്കായി നീക്കിവെച്ചിട്ടുള്ള ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതുവരെ മാത്രം പ്രാബല്യത്തിലുണ്ടായിരിക്കുന്നതാണ്. അടുത്തത് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള, അസാപ് കേരള. കേരളത്തിലുടനീളമുള്ള 16 കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിലേക്ക് എക്സിക്യൂട്ടീവ്, ജൂനിയർ എക്സിക്യൂട്ടീവ്, ഗ്രാജുവേറ്റ് ഇന്റേൺ എന്നീ പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്.
ബിരുദധാരികളായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്ന നിരവധി തൊഴിൽ അവസരങ്ങളിലേക്കാണ് നിലവിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. എക്സിക്യൂട്ടീവ് 16 ഒഴിവ്, ജൂനിയർ എക്സിക്യൂട്ടീവ് 10 ഒഴിവ്, ഗ്രാജുവേറ്റ് ഇന്റേൺ 10 ഒഴിവാണ് വന്നിട്ടുള്ളത്. കൂടാതെ ഗ്രാജുവേറ്റ് ഇന്റേൺ ഗ്രാഫിക് ഡിസൈനർ 1 ഒഴിവ്, ഗ്രാജുവേറ്റ് ഇന്റേൺ ലീഡ് മാനേജ്മെന്റ് 2 ഒഴിവ്, ഗ്രാജുവേറ്റ് ഇന്റേൺ IT സപ്പോർട്ട് 1 ഒഴിവ്, ഗ്രാജുവേറ്റ് ഇന്റേൺ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫെസിലിറ്റി മാനേജ്മെന്റ് 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലുടനീളമുള്ള അസഫ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിലേക്കായി മേൽപ്പറഞ്ഞ പോസ്റ്റുകളിലേക്ക് 40-ലധികം അവസരങ്ങൾക്കായിട്ടാണ് അസഫ് കേരള നിലവിൽ അപേക്ഷ ക്ഷണിച്ചത്. ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 26 വരെയാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.